ആശിഷിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് സിനിമ കാണുന്നത്. അപ്പൊ എന്താ വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നോ ചേട്ടാ? ഒന്നുമില്ലായിരുന്നു. ആണോ? ഒന്നുമില്ലായിരുന്നു. വർക്ക്ഷോപ്പ് എന്ന് പറഞ്ഞാൽ ഈ ക്യാരക്ടറിന് വേണ്ടിയുള്ള ഇപ്പം വിസ്മയുടെ വീഡിയോ ഒക്കെ കണ്ടില്ല, നമ്മൾ കുറച്ച് പ്രാക്ടീസ് ഒക്കെ ചെയ്യുന്നു. ആശിഷിനെ സംബന്ധിച്ച് ഈ വാസ് ഗെറ്റിംഗ് പ്രിപ്പയർഡ് ഫോർ ദ ക്യാരക്ടർ. ഹെയർ എല്ലാം വളർത്തി, താടിയൊക്കെ കുറേ ഗ്രോ ചെയ്ത്, പിന്നെ എനിക്കൊന്ന് ജൂഡ് ലെൻസും പ്ലേസ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ കുറേ സിനിമകൾ കാണാൻ പറഞ്ഞിരുന്നു ഈ കുട്ടികളോട്. അങ്ങനെ അവർ കുറേ ഇങ്ങനത്തെ ഷെയ്ഡ് സിനിമകൾ കുറേ കണ്ടു, അങ്ങനെ കുറേ പ്രിപ്പയർ ചെയ്തു. പക്ഷേ വെരി കംഫർട്ടബിൾ ആയിട്ടാണ് അവരെ എല്ലാം കൊണ്ട് ചെയ്യിപ്പിച്ചത്. വേറെ ടെൻഷനും ഒന്നുമില്ലായിരുന്നു. കംഫർട്ടബിൾ പോയി. ഇപ്പം ലാലേട്ടൻ്റെ പേഴ്സണലി ആൻഡ് സിനിമാപരമായിട്ടുള്ള ആ ഒരു കുടുംബത്തോട് ഇത്രയും അടുത്ത് നിൽക്കുന്ന ഒരാൾ എന്നുള്ള രീതിയിൽ ആശീർവാദ് പ്രൊഡക്ഷൻസിൽ നിന്നും ഇതുപോലൊരു സിനിമ വിസ്മയ ആദ്യമായിട്ട് തുടക്കം കുറിക്കുന്ന ഒരു സിനിമ വരികയാണ്, ചേട്ടൻ അതിൻ്റെ ഭാഗമാകുന്നു എന്നൊക്കെ കേട്ടപ്പോൾ വാട്ട് വാസ് യുവർ ഫസ്റ്റ് റിയാക്ഷൻ? എനിക്കത് ചോദ്യം ചോദിച്ചപ്പോൾ എനിക്കിത് പറഞ്ഞേ പറ്റുള്ളൂ. കാരണം ഞാൻ ആശീർവാദും അതായത് അനുചേട്ടന് ലാൽ സാറും ഒക്കെ ആയിട്ട് അടുത്ത ബന്ധമുണ്ട്, നന്നായിട്ട് അറിയാം. അതുപോലെ തന്നെ കണക്റ്റഡാണ് ആ കുടുംബത്തിലെ സ്റ്റാഫുകളെല്ലാം. ഇപ്പോൾ അനുചേട്ടൻ്റെ സ്റ്റാഫുകളാണെങ്കിലും ലാൽ സാറിൻ്റെ സ്റ്റാഫുകളായിട്ടാണെങ്കിൽ ഇവരെല്ലാമായിട്ട് എനിക്ക് അടുത്ത ബന്ധമുണ്ട്. അപ്പോൾ ഒരിക്കൽ ഞാൻ ഏതോ ഒരു പടം ഡബ് ചെയ്യാൻ വേണ്ടി ലാൽ മീഡിയയിൽ ചെന്നപ്പം അവിടെ ലാൽ സാറുണ്ട്. ഞാൻ ലാൽ സാറുണ്ടെന്ന് പറഞ്ഞിട്ട് ചെന്നാൽ അപ്പോൾ എനിക്ക് അവിടെ ഒരു ഡബ്ബിങ് ഉണ്ടായിരുന്നു, ആശാൻ എന്ന് പറഞ്ഞ സിനിമയുടെ. അന്ന് ചെന്നപ്പം അന്ന് അനുചേട്ടൻ എല്ലാവരും പറഞ്ഞ് ലാൽ സാറിൻ്റെ ഡബ്ബ് കഴിഞ്ഞ് പോയപ്പം ഞാൻ ഫസ്റ്റ് ഫ്ലോറിൽ ഇരിക്കുക. അപ്പോൾ അനുചേട്ടനെ ഞാൻ മുകളിൽ നിന്ന് ഇറങ്ങി വന്നപ്പോഴത്തേനും അനുചേട്ടൻ പോകുമായിരുന്നു. അപ്പോൾ വണ്ടിയെ കയറാൻ നേരം ഞാൻ ചുമ്മാ പറഞ്ഞു, അനുചേട്ടാ വിളിക്കണേ എന്ന് പറഞ്ഞു. അപ്പം ഇങ്ങനെയൊരു പടത്തിൻ്റെ കാര്യം ഞാനിങ്ങനെ അറിഞ്ഞിരുന്നു. അപ്പം ഞാൻ ചുമ്മാ കോമഡി രീതിയിൽ പറഞ്ഞ ആ യാത്രയിൽ അനുജൻ്റെ കൂടെയുള്ള അനീഷ് എന്ന് പറയുന്നൊരു ആളുണ്ട്. ശരിക്കും അനീഷാണ് ആദ്യം അനുജനോട് ഇത് പറയുന്നത്, നമുക്ക് ഇന്ന ക്യാരക്ടർ നമുക്ക് പോയിച്ച് തന്നെ എന്തെങ്കിലും ഒരു ക്യാരക്ടർ പ്ലേസ് ചെയ്യണം ചേട്ടാ എന്ന് പറഞ്ഞു. അത് ശരിയാണല്ലോ എന്ന് അനീഷിനോട് പറഞ്ഞ് അതവിടെ അങ്ങ് തീർന്നു. അത് കഴിഞ്ഞ് ഞാൻ ഇതുപോലെ തന്നെ ലാൽ സാറിൻ്റെ വേറൊരു ബിഗ് ബോസിൻ്റെ ഏതൊരു ഷൂട്ട് സമയത്ത് ഈ ചക്കോളാസിൽ ചെന്നപ്പോൾ കൊച്ചിയിൽ, അന്ന് ജൂഡ് ലാൽ സാറിനെ കണ്ടിട്ട് ഇറങ്ങി വരിക. അന്നാണ് ഞാൻ ജൂഡ് ആൻ്റണിയെ ആദ്യമായിട്ട് ഫേസ് ടു ഫേസ് മീറ്റ് ചെയ്ത് ഞങ്ങൾ പേഴ്സണലി. പക്ഷേ ഞങ്ങൾ ഓടിച്ചെന്ന് ഞാൻ ജൂഡ് സാറിൽ നിന്ന് വിളിച്ചു ചേട്ടനെ ഞാൻ കാണാനിരിക്കുകയായിരുന്നു, ഞാൻ പണി കണ്ടിട്ട് ചേട്ടനെ എനിക്ക് നേരിട്ടൊന്ന് വിളിക്കണമെന്നുള്ള സമയം കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞു. പിന്നെ അങ്ങനെ സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എന്തെങ്കിലും നല്ല പരിപാടികളുണ്ടെങ്കിൽ വിളിക്കണം കേട്ടോ. അപ്പോൾ എനിക്ക് 2018 കണ്ടിട്ട് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടിരിക്കുന്ന സമയം. അപ്പം അതങ്ങനെ പോയി. പിന്നീട് എനിക്ക് വരുന്ന കോള് ഇതാണ്, ജൂഡിൻ്റെ കോളാണ് എനിക്ക് വരുന്നത്. ചേട്ടാ കൊച്ചിയിലുണ്ടോ? ഉണ്ട്, ഒന്ന് കാണണമല്ലോ എന്ന് പറഞ്ഞു. അപ്പം ഞാനെന്തോ വേറൊരു സ്ഥലത്തായിരുന്നു. അപ്പോൾ പുള്ളി പറഞ്ഞു കാണുമൊന്നും വേണ്ട, പടം ചെയ്യാൻ പോവാണ്, ചേട്ടൻ്റെ ഒരു ക്യാരക്ടർ ചെയ്യാൻ, ഉഗ്രം ക്യാരക്ടറാണ്, നിങ്ങൾക്ക് കിടന്ന് അഴിഞ്ഞാടാനുള്ള സ്പേസ് ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഇന്നായത്. പിന്നെ ഒരുപാട് ഡിസ്കഷനിലും എൻ്റെ പേര് വന്നു. ഇപ്പം ലാൽ സാറൊക്കെ ആണെങ്കിലും ചേച്ചിയൊക്കെ ആണെങ്കിലും കഥ കേട്ടപ്പം ഇപ്പം എൻ്റെ പേര് വന്നു കഴിഞ്ഞപ്പം അവരെല്ലാം സപ്പോർട്ട് ചെയ്തു. അത് നന്നായിരിക്കും, ബോബി ചെയ്തത് നന്നായിരിക്കും എന്നുള്ള രീതിയിലൊരു കോമൺ ഡിസ്കഷൻ എല്ലാം വന്ന് അങ്ങനെയാണ് ഞാൻ ഇന്നാകുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നത് എനിക്ക് ലൈഫിൽ ഏറ്റവും കിട്ടിയൊരു ഭാഗ്യമാണ് ഈ സിനിമ ചെയ്യാൻ പറ്റിയത്, പറയാതിരിക്കാൻ വയ്യ. എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ പണി കഴിഞ്ഞ് ഞാൻ കുറേ സിനിമകൾ ചെയ്തു. എനിക്ക് അത്യാവശ്യം നല്ല അഭിപ്രായങ്ങളും കാര്യങ്ങളും എല്ലാം നല്ല സിനിമകളായിരുന്നു, നല്ല പ്രൊജക്റ്റുകളുമായിരുന്നു. പക്ഷേ എനിക്ക് പണിക്ക് ശേഷം ഇത്രയും ശ്രദ്ധിക്കപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ വിളിച്ച അല്ലാതെ ഒരുപാട് പേര് അപ്രീഷിയേറ്റ് ചെയ്തൊരു ക്യാരക്ടർ വന്നത് എസ്തപ്പാനാണ്.